ഒരു പണിക്കും പോകാണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ? ഓ, എനിക്ക് വല്ല രസമൊന്നും തോന്നുന്നില്ല. അങ്ങനെ രസമൊക്കെ തോന്നണേ വല്ലപ്പോഴും പണിക്ക് പോകണം. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടണ്ടേ. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാ ഒരു ജോലിയുടെ കാര്യം. ഞാനിങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ലല്ലേ. പക്ഷെ നിന്നെ കൊണ്ട് ആ ജോലി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ജോലി പറ, എന്നിട്ടല്ലേ പറ്റുമെന്ന് പറയുന്നത്. അതായത് നീ റെന്റ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ജോലിയെ പറ്റി കേട്ടിട്ടുണ്ടോ? നീ എന്നെ വാടകയ്ക്ക് കൊടുക്കാൻ പോകണോ? അതല്ലട പൊട്ടാ, ഈ ഭർത്താവ് മരിച്ച സ്ത്രീകളും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുമായിട്ടുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ വീട്ടിലെ ജോലികളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നടത്തുന്ന പരിപാടിയത്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ കോമണാ. ചേട്ടാ, നീ ഉദ്ദേശിച്ച കാര്യമൊന്നും അല്ല ഇത്. പിന്നെ അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ജോലിയെല്ലാം തീർന്ന് വൈകിട്ട് നിനക്ക് തിരിച്ച് വീട്ടിൽ വരികയും ചെയ്യാം. ഓ, ഞാൻ പോകുന്നുണ്ടല്ലേ, നിന്നെ പിരിഞ്ഞിരിക്കണ്ടേ. അതിപ്പോൾ ഞാൻ ജോലിക്ക് പോയാലും നീ ഇവിടെ എന്നെ പിരിഞ്ഞല്ലേ ഇരിക്കുന്നേ. നിനക്ക് താല്പര്യമില്ല, നീ പോകണ്ട. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നീ എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് വേണം പോയേക്കാം. എന്നാൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാം. കഞ്ഞി അടുപ്പേ കിടപ്പുണ്ട്, നോക്കിക്കോണേ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരാ? ഇവിടെ ചേച്ചിക്ക് ജോലിക്കാരൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ചേച്ചി എന്തിയേ? ജോലിക്ക് വന്നല്ലേ? ഒരു മിനിറ്റ് പോരാ. അല്ല, ചേട്ടനവിടെ പോവാ? ഞാനേ ഇന്നലെ ജോലിക്ക് വന്നാ, പോയേക്കോ? അതെന്നാ ചേട്ടനാ പോകുന്നേ? അതെ, വഴിയാ മനസ്സിലായിക്കോളും. ഞാൻ പോവാ. അതെ, കേറുന്നില്ലേ? അല്ല, ചേച്ചിയില്ലേ? ഞാൻ തന്നെ.